പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഒരു മനുഷ്യനിൽ ആദ്യമുണ്ടാകുന്ന ചിന്തയാണ്. ചിന്ത നിലപാടുകളിലേക്ക് അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളിലേക്ക് വഴിമാറുന്നു. തുടർന്നത് ആഗ്രഹമാകുന്നു, തുടർന്നത് പ്രവൃത്തിയാകുന്നു, പ്രവൃത്തിയാണ് ഹാബിറ്റായിട്ട് മാറുക. അപ്പോൾ തോട്ട്സ്, വിഷൻസ് ടു ഡിസയർ, ഡിസയർ ടു ആക്ഷൻ, ആക്ഷൻ റിപ്പീറ്റഡ് ബിക്കംസ് ഹാബിറ്റ്. ഇതാണ് ഒരു വ്യക്തിയിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുക. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഡിസ്കറേജ് ടു എൻകറേജ്, നിരുത്സാഹപ്പെടുത്തുന്നതിൽ നിന്ന് പ്രോത്സാഹിപ്പിക്കുന്നവരാവുക. ഒരു മനുഷ്യനെ നിയന്ത്രിക്കുന്നത് അവൻ്റെ മനസ്സാണ്. ആ മനസ്സാകട്ടെ ചിന്തകളാൽ നിറഞ്ഞതാണ്. നമുക്കറിയാം, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മളിൽ വളരാനായിട്ട് യാതൊരു എഫർട്ടും, യാതൊരുവിധ പ്രോത്സാഹനങ്ങളും നമ്മൾ നൽകേണ്ട. ഇപ്പോൾ ലോകത്തിലെ 20 പേരെ എടുത്താൽ 15 പേരും അല്ലെങ്കിൽ 19 പേരും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരാണ്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. എന്നാൽ വളരെ കുറച്ച് പേര് മാത്രമാണ് പോസിറ്റീവായിട്ടുള്ള ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നമുക്കുണ്ടെങ്കിൽ അത് കാഴ്ചപ്പാടുകളിലേക്കും നിലപാടുകളിലേക്കും നമ്മെ നയിക്കും. അത് നമ്മൾക്ക് ആഗ്രഹങ്ങൾ ജനിപ്പിക്കും. ആഗ്രഹങ്ങൾ പ്രവൃത്തിയിലേക്ക് നയിക്കും. പ്രവൃത്തിയാണ് കാലക്രമത്തിൽ നമ്മുടെ സ്വഭാവമായിട്ട്, ഹാബിറ്റായിട്ട് മാറുക. ഒരു വ്യക്തി അറിയപ്പെടുന്നത് അവൻ്റെ ഹാബിറ്റിലൂടെ, അവൻ്റെ സ്വഭാവത്തിലൂടെയാണ്, നല്ലതാകട്ടെ ചീത്തയാകട്ടെ. അപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വളർന്നു വരുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. ചിന്തകൾ, തോട്ട്സ് ഓഫ് സക്സസ്, വിജയത്തെക്കുറിച്ചുള്ള ചിന്തകൾ, തോട്ട്സ് ഓഫ് ഗുഡ് ഹെൽത്ത്, നല്ല ആരോഗ്യത്തെ കുറിച്ചുള്ള ചിന്തകൾ, തോട്ട്സ് ഓഫ് ഹാപ്പിനെസ്, സന്തോഷത്തെക്കുറിച്ചുള്ള ചിന്തകൾ. ഇത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ബന്ധങ്ങളിലേക്ക്, അതുപോലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആയിട്ട് ബന്ധപ്പെടുവാനായിട്ട് നമ്മെ സഹായിക്കുന്നു. മറ്റൊരു വശത്ത് തോട്ട്സ് ഓഫ് ഫെയിലിയർ, തോൽവിയെക്കുറിച്ചുള്ള ചിന്തകൾ, തോട്ട്സ് ഓഫ് ഗ്രീഡ്, അസൂയയെക്കുറിച്ചുള്ള ചിന്തകൾ, തോട്ട്സ് ഓഫ് റിവെഞ്ച്, വൈരാഗ്യം വച്ച് പുലർത്തുന്ന ചിന്തകൾ. ഇതെല്ലാം നമ്മളെ ഇങ്ങോട്ട് നയിക്കും. ഇതെല്ലാം നമ്മളെ നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡിലേക്ക് നയിക്കും. അതുമായിട്ട് ബന്ധപ്പെടാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കും. അപ്പം സർവോപരി ചിന്തകളാണ് ഒരു മനുഷ്യനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതവൻ്റെ മനസ്സാണ്. ഇപ്പം നമുക്കറിയാം, മാതാപിതാക്കളും അധ്യാപകരും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയെ എടുക്കാം. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവൻ എന്തായിരിക്കും? അവൻ ബെസ്റ്റ് പെർഫോമർ ആയിരിക്കും. ഒരു ബെസ്റ്റ് പെർഫോമർ എടുത്തു നോക്കിയേ, അവരെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വളരെ കൂടുതൽ സാധ്യതയുള്ളവരാണ്. അപ്പം നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും, നമുക്ക് സമൂഹമായിട്ട്, കുടുംബമായിട്ട്, അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ട്, നമ്മുടെ എൻവയൺമെൻ്റായിട്ട്, നമ്മുടെ സൊസൈറ്റി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകാനായിട്ട് സാധിക്കാതെ പോകുന്നുണ്ടെങ്കിൽ നമ്മളൊരു ബെസ്റ്റ് പെർഫോമർ അല്ല. ബെസ്റ്റ് പെർഫോമറിന് അഡ്ജസ്റ്റ്മെൻറ്റ് ക്വാളിറ്റി, അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഗുണം വളരെ വലുതായിരിക്കും. നമ്മൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കും. എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഒന്നുകിൽ എൻ്റെ മാതാപിതാക്കളാണ്, അല്ലെങ്കിൽ എൻ്റെ അധ്യാപകരാണ്, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടുകൾ, എൻവയൺമെൻ്റാണ്, അല്ലെങ്കിൽ എൻ്റെ സൊസൈറ്റി ആണെന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വിധികർത്താവ്. നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവർ, എൻ്റെ വിജയത്തിന് വേണ്ടി ഞാൻ നിരന്തരം പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ എനിക്കെവിടെയാണ് നെഗറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് സമയം കിട്ടുക? There will be no space in mind if I speak and I work for success always with positive thoughts. നമ്മൾ പോസിറ്റീവായിട്ടുള്ള ചിന്തകളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അത് നമ്മുടെ സക്സസ്സിലേക്ക് നയിക്കുന്ന രീതിയിൽ നമ്മൾ ആയിത്തീരുന്നുണ്ടെങ്കിൽ
നമ്മൾക്ക് എവിടെയാണ് പരാജയത്തിന് കാരണം? ഞങ്ങൾക്ക് ഞാൻ ഓൾട്ടർ ബോയ് ആയിരുന്നു വൈദികനാകുന്നതിന് മുൻപ്. ഒരു പ്രത്യേക നല്ല സ്റ്റൈലൊക്കെ ഉള്ള ഞങ്ങളുടെ ബാച്ചിൽ ഒരു കുട്ടിയുണ്ടായിരുന്നു. അവൻ്റെ പേര് നമുക്ക് ബി എന്നിടാം. അവന് ഒരുപാട് പ്രോത്സാഹനങ്ങൾ കിട്ടുമായിരുന്നു. കാരണം നല്ല സൗണ്ടാണ്, കാണാൻ നല്ല ലുക്കാണ്. ഇന്നത്തെ യങ് തലമുറ പറയുന്നത് പോലെ നല്ല ഒരുമാതിരി സാമ്പത്തിക കുടുംബത്തിൽ നിന്നുള്ള വ്യക്തിയായിരുന്നു. ഇന്ന് അവൻ വലിയ നിലയിലെത്തി. കാരണം ഏത് വൈദികൻ വന്നാലും ഇവനെക്കുറിച്ച് ചോദിക്കും, അല്ലെങ്കിൽ ആര് കണ്ടാലും ഇവനൊന്നും നോക്കും. എൻ്റെ അവൻ്റെ സംസാര രീതിയും പ്രകൃതവും. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രോത്സാഹനങ്ങൾ അവന് കിട്ടി. അതുകൊണ്ട് ഒരുപാട് വലിയ നിലയിൽ അവൻ എത്തിച്ചേർന്നു. ഇതാണ് നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് വരും തലമുറയ്ക്ക് വേണ്ടി മാതാപിതാക്കളാകട്ടെ, ഗുരുക്കന്മാരാകട്ടെ, നമ്മൾക്ക് നൽകാനായിട്ട് സാധിക്കേണ്ടത്. ഒരു ചെറിയ പ്രവൃത്തിയെ പോലും പ്രോത്സാഹിപ്പിക്കുന്നവരായിട്ട് തീരണം നമ്മൾ. അല്ലെങ്കിൽ കുട്ടികളൊക്കെ നമ്മൾ തഴഞ്ഞു കളയുക കുടുംബത്ത് തന്നെ. ഇപ്പം നമുക്കറിയാം, ഒരു കുടുംബം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 മക്കളുണ്ടെങ്കിൽ 5 ക്വാളിറ്റീസ് ആയിരിക്കും അവന് നിലനിൽക്കുക. ഒരിക്കലും ഒരു അപ്പൻ ഒരു മകനൊരു ചെണ്ട മേടിച്ചു കൊടുത്തു. ഈ ചെണ്ട മേടിച്ചു കൊടുക്കാൻ കാരണം എന്താണ്? ഹി ഹാസ് എ ലോട്ട് ഓഫ് എനർജി എന്ന് പറയുന്നത്. അവന് ഒരുപാട് എനർജി ഉണ്ട്. അത് അവനെ എങ്ങനെയാണ് കളയേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് അവൻ ഒരിടത്തും നിലപ്പുറയ്ക്കാത്ത വ്യക്തിയായിരുന്നു. അപ്പോൾ മാതാപിതാക്കൾ ചിന്തിച്ചിട്ട് അവനൊരു ചെണ്ട മേടിച്ചു കൊടുത്തു. അപ്പോൾ അവന് ഈ ഒഴിവ് സമയങ്ങളൊക്കെ ഈ ചെണ്ട ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഇതുപോലെയാണ് നമ്മുടെ ഇന്നത്തെ തലമുറ. ഏത് തലമുറ എടുത്താലും ഒരുപാട് കുട്ടികളിൽ ഒരുപാട് എനർജി ഉണ്ട്. ഈ എനർജി ഡൈവേർട്ട് ചെയ്ത് കളയണം. അതുകൊണ്ടാണ് കളിയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുക. ഇപ്പോൾ ഒരു കുട്ടിക്ക് നമ്മൾ ഒരു മൊബൈൽ മേടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ സദാസമയം മൊബൈലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവന് യഥാർത്ഥത്തിൽ അവൻ്റെ ഫിസിക്കൽ എനർജി ഡൈവേർട്ട് ചെയ്യപ്പെടില്ല. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ ചില കുട്ടികളെങ്കിൽ നമുക്ക് പൊതുവായിട്ടൊന്നും പറയാൻ പറ്റില്ല, മോശമായിട്ടുള്ള അവസ്ഥയിലേക്കൊക്കെ പോകുന്നത്. അപ്പം നമുക്ക് എനർജി ഡൈവേർട്ട് ചെയ്ത് കളയാനായിട്ട് സാധിക്കണം. അത് നമ്മുടെ ബുദ്ധിക്കും വളരെ ആവശ്യമാണ്. ബുദ്ധിയും മനസ്സും ശരീരവും ആത്മാവും ഒരുപോലെ പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് എന്തു വേണം? നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടണം. ഡിസ്കറേജ് ചെയ്യുന്ന ഒരു വാക്ക് പോലും നമ്മളിൽ നിന്നും ഉണ്ടാകാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത്. കാരണം നമ്മളുടെ ഓരോ വാക്കും ശാസ്ത്രത്തിൻ്റെ നിഗമനം അനുസരിച്ച് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പോയി കിടക്കും. നമുക്കറിയാമല്ലോ, മനസ്സിന് 3 തലങ്ങളുണ്ടെന്ന്. കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്. സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞതാണ്. അപ്പോൾ എന്ത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാലും, എന്ത് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാലും ഇത് സബ് കോൺഷ്യസ് മൈൻഡിൽ പോയി കിടക്കും. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾക്ക് അതേ ചിന്തകൾ തന്നെ പരാജയത്തിൻ്റെതാകാം, വിജയത്തിൻ്റെതാകാം, പ്രോത്സാഹനത്തിൻ്റെതാകാം, നിരുത്സാഹപ്പെടുത്തലിൻ്റെതാകാം. അതെപ്പോഴും നമ്മുടെ മനസ്സിൽ അങ്ങനെ കിടക്കുന്നത്. അത് മാഞ്ഞു പോകാനായിട്ട് വളരെ താമസം എടുക്കും. ഇപ്പോൾ കുമ്പസാരത്തിലൊക്കെ അല്ലെങ്കിൽ കൗൺസിലിങ്ങിലൊക്കെ വരുമ്പോൾ പറയും ക്ഷമിച്ചു, പക്ഷെ ഇപ്പോഴും അത് മനസ്സിലുണ്ട്. അതൊരു വേദനയാണ്. അപ്പോൾ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നത്, ഞാനിപ്പോൾ എൻ്റെ പഠനങ്ങളിലൂടെയൊക്കെ നമ്മൾ ക്ഷമിച്ചു, ദൈവവും ക്ഷമിച്ചു, പക്ഷെ അതിൻ്റെ മുറിവുകൾ നമ്മുടെ മനസ്സിലും ശരീരത്തിലൊക്കെ ഉണ്ട്. അത് മാഞ്ഞു പോകുവാനായിട്ട് സമയമെടുക്കും. അപ്പോൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നവരാകണം. ഏത് കാര്യത്തിലും വീഴ്ചകളുണ്ടാകാം, ഫെയിലിയേഴ്സ് ഉണ്ടാകാം, തോൽവികളുണ്ടാകാം, പരാജയങ്ങളുണ്ടാകാം. അപ്പോഴൊക്കെ സാരമില്ല, അതൊക്കെ എൻ്റെ വിജയത്തിലേക്ക് നയിക്കാനായിട്ടുള്ള പടവുകളാക്കി ഞാൻ മാറ്റും എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് വിജയത്തിൻ്റെ കൊടി പാറിക്കുവാനായിട്ട് സാധിക്കുക. നന്നായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നല്ല കാഴ്ചപ്പാടുകളും നല്ല നിലപാടുകളുമുള്ള വ്യക്തിയാകുക, ഒരുപാട് ആഗ്രഹങ്ങൾ വച്ച് പുലർത്തുക, ആഗ്രഹങ്ങൾക്കനുസരിച്ച് പോസിറ്റീവായിട്ടുള്ള ചിന്തകളിലൂടെ നല്ല പ്രവർത്തികൾ രൂപീകരിച്ചെടുക്കുക, നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായിട്ട് തീരുക. നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറയുമ്പോൾ നമ്മളിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് പറയുവാനായിട്ട് മറ്റുള്ളവർക്ക് ഉണ്ടാകണം. ആ വിധത്തിൽ നമ്മളുടെ പോസിറ്റീവ് എനർജി വളർത്തിയെടുക്കാനായിട്ട് നമ്മളിലെല്ലാം ഉണ്ട്. ഞാൻ എപ്പോഴും പറയില്ലേ, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ശ്വാസങ്ങളാണ്. ദൈവം മണ്ണിൽ നിന്ന് മനുഷ്യനെ രൂപപ്പെടുത്തിയിട്ട് നിശ്വസിച്ചു എന്നാണ് പറയുന്നത്, അവനിലേക്ക് അല്ലെങ്കിൽ അവളിലേക്ക്. അതുകൊണ്ട് ആ നിശ്വാസത്തിൻ്റെ പിൻതലമുറക്കാരാണ് നമ്മളെല്ലാവരും. നമ്മൾ ദൈവത്തിൻ്റെ ശ്വാസങ്ങളാണ്. ബൈബിളിൽ പറയില്ലേ, ഓരോ വ്യക്തികൾക്കും ആ വ്യക്തിക്ക് അനുസൃതമായിട്ടുള്ള താലന്തുകൾ കൊടുത്തിട്ടുണ്ടെന്ന്. നമുക്കെല്ലാവർക്കും താലന്തുകൾ, സ്കിൽസാണ്
എബിലിറ്റീസാണ്, സ്ട്രെങ്ത്താണ്. ഇത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് നമ്മൾ വളർത്തിയെടുക്കണം. 3 വ്യക്തികൾ, താലന്ത് ലഭിച്ച 3 വ്യക്തികളെ കുറിച്ച് ബൈബിളിൽ പറയാറില്ലേ? ഒന്നാമൻ അത് ഇരട്ടിയാക്കി, രണ്ടാമനും അത് ഇരട്ടിയാക്കി, മൂന്നാമൻ അത് കുഴിച്ചിട്ടു എന്നാ പറയുന്നത്. അപ്പോൾ കർത്താവ് ചോദിക്കുന്നുണ്ട് ഉപമയിലൂടെ, നിനക്കത് വല്ല ബാങ്കിലിട്ടിരുന്നെങ്കിൽ അതിൻ്റെ പലിശ എനിക്ക് വന്നപ്പോൾ വാങ്ങാമായിരുന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ നമ്മളിലുള്ള കഴിവുകളെ, നമ്മളിലുള്ള എബിലിറ്റീസിനെ, നമ്മളിലുള്ള സ്ട്രെങ്ത്തിനെ, നമ്മളിലുള്ള ശക്തികളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം, വളർത്തിയെടുക്കാനായിട്ട് സാധിക്കണം. അതിനെ നമ്മൾ നിരുത്സാഹപ്പെടുകയല്ല, ഉത്സാഹമുള്ളവരായിട്ട് തീരാനായിട്ട്, ഡിസ്കറേജിൽ നിന്ന് എൻകറേജിലേക്ക് വളരുവാനായിട്ട് നമ്മൾ ഓരോരുത്തരെയും സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ വലിയ ദിനങ്ങളാണ് സെൽഫ് കോൺഫിഡൻസിനെ കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ദിനങ്ങളെല്ലാം. എല്ലാ മെസ്സേജുകളും വളരെ വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി എല്ലാ മെസ്സേജുകളും കാണണം, കേൾക്കണം, മറ്റുള്ളവരായിട്ട് പങ്കുവയ്ക്കണം. അതിന് സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സെൽഫ് കോൺഫിഡൻസിൻ്റെ മറ്റൊരു ക്ലാസ്സിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.